ഇപ്പം ചില ആൾക്കാർ പറഞ്ഞേ ഇത് മതം മാറ്റാനുള്ള എൻ്റെ സംവിധാനമാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ടി വിയിൽ വാർത്ത വരുന്നുണ്ട് ഇല്ലേ? അമ്മ മാതാവ് എന്നോട് 2 കൊല്ലം മുമ്പ് ഉടമ്പടിയുടെ പുസ്തകങ്ങൾ ഞാൻ 72 മണിക്കൂർ കൊണ്ട് എഴുതുമ്പോൾ അമ്മ മാതാവ് എന്നോട് പറഞ്ഞു, ഇതിങ്ങനെ നാളെ കാലങ്ങളിൽ പിശാച് പ്രവർത്തിക്കും, അതുകൊണ്ട് നീ എഴുതണം. നിൻ്റെ ഉദ്ദേശം, ഉടമ്പടി ഉദ്ദേശം എൻ്റെ ഉദ്ദേശമാണ്, അത് മതം മാറ്റാനുള്ളതല്ലെന്ന്. ഉടമ്പടി കൈപ്പുസ്തകത്തിൻ്റെ 38-ാമത്തെ പേജിൽ നിങ്ങൾക്കത് വായിക്കാൻ പറ്റും, ആർക്കും വായിക്കാം. ഉടമ്പടി, കൃപാസനം, ആധ്യാത്മികത ആരെയും മതം മാറ്റാനുള്ളതല്ല, ആരെയും ജ്ഞാനസ്ഥാനപ്പെടുത്താനുള്ളതല്ല എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. ഇത് എഴുതിയ കാലത്ത് പരിശുദ്ധാത്മാവ് നൽകിയ നോട്ടാണത്. പിന്നെ എന്തിനു വേണ്ടിയുള്ളതാണ്? മനുഷ്യൻ്റെ കാരുണ്യം, ദൈവത്തെ പ്രതിയുള്ള മനുഷ്യൻ്റെ കാരുണ്യം വർദ്ധിക്കണം. മനുഷ്യന് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പരസ്പരം സഹായിക്കണം. കണ്ണീരുള്ളവൻ്റെ കണ്ണുനീര് ജാതിയും മതവും നോക്കാതെ തുടക്കപ്പെടണം. അവനിവിടെ ആശ്വസിച്ച് സന്തോഷിച്ച് ഇവിടെ സമാധാനത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം. അതിനുവേണ്ടിയാണ് ദൈവസങ്കല്പങ്ങൾ, അതിനുവേണ്ടിയാണ് ഈ ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ വചനങ്ങൾ ഇപ്പോഴ് കേരള സമൂഹത്തിനും അകത്തും പുറത്തുമൊക്കെ മനുഷ്യൻ ദൈവത്തിന് സാക്ഷിയായി ജീവിക്കണത്. നമ്മളിതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു പ്രാർത്ഥന ഉണ്ടാകണം. കർത്താവേ, ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എല്ലാ മനുഷ്യരിലും ദൈവത്തെ കണ്ടുകൊണ്ട് കാരുണ്യ പ്രവൃത്തികളിലൂടെ ഉടമ്പടി പ്രകാരം മനുഷ്യനെയും പ്രകൃതിയെയും സന്ധിച്ചും സ്നേഹിച്ചും ഇവിടെ സ്നേഹത്തിന്റെ ഒരു സംരക്ഷണം ലഭിക്കുവാൻ ഞങ്ങളെ ഉപകരണമാക്കണമേ. കൃപാസനത്തിന്റെ ആധ്യാത്മിക ലക്ഷ്യങ്ങളെ അങ്ങ് നീതീകരിക്കണമേ. അടയാളങ്ങൾ കൊണ്ട്, അനുഭവങ്ങൾ കൊണ്ട് നീതീകരിക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രുതികട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. കർത്താവായ ദൈവമേ, കൃപാസനത്തെ ആധ്യാത്മികതയെ ദൈവാത്മാവാൽ പൗത്രീകരിക്കുകയും ജനതകൾക്ക് വിശ്വാസവും ജനതകൾക്ക് മാനസാന്തരവും ജനതകൾക്ക് സൗഖ്യമായി തീർക്കണമേ, ഔഷധമായി തീർക്കണമേ. കർത്താവേ, ഉടമ്പടി എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ച് യേശുക്രിസ്തുവിന് സാക്ഷികളാകാൻ അടയാളങ്ങൾ കൊണ്ട് അവരെ സ്ഥിരീകരിക്കണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. വാസസ്ഥലം കൃപാസനം. ചേർന്ന് പാടാം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിന്റെ അഭിഷേകം. ഒരുമിച്ച് പാടുക. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിന്റെ അഭിഷേകം. വചനത്തിന്റെ അഭിഷേകം. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് സൗഖ്യത്തിന്റെ അഭിഷേകം. ആമേൻ. വചനത്തിന്റെ അഭിഷേകം. ആത്മസൗഖ്യത്തിന്റെ അഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം, അവനേകും സാന്ത്വനം. വാസസ്ഥലം കൃപാസനം.
കൃപയുടെ വാസസ്ഥലം പരിശുദ്ധ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും Praise the Lord. Praise the Lord. അപ്പോൾ ഇതെല്ലാം നമ്മൾ വ്യക്തമായി കൃപാസനത്തിലെ നിബന്ധന അനുസരിച്ച് കൊണ്ടാണ് ലീല കാരുണ്യപ്രവൃത്തി ചെയ്തത് അല്ലേ? കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വാക്കുകൾ പാലിക്കുമ്പോൾ ഐ വിൽ കം വിത്ത് യു, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് തേക്കിൻ്റെ ചുവട്ടിൽ അവർ മാതാവിനെ നേരിട്ട് കാണുകയും നഷ്ടപ്പെട്ട പത്രങ്ങൾ അവിടെ കണ്ടെടുക്കാനായത് എല്ലാവർക്കുമുള്ള അടയാളങ്ങളാണ്. അപ്പം എന്തെല്ലാം നിബന്ധനകളുണ്ടോ അതെല്ലാം പാലിക്കുമ്പോൾ ഉടമ്പടി പ്രകാരമുള്ള വാഗ്ദാനം ദൈവം നിറവേറ്റുന്ന സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. കർത്താവിൻ്റെ വചനത്തിൽ പറയുവേ, കർത്താവുമായി സംയോജിക്കുന്നവൻ എന്ന് പറഞ്ഞേ, സംയോജിക്കുന്നവൻ അവിടുന്നുമായി ഏക ആത്മാവായി തീരുന്നു. ഒന്നുകൂടി പറഞ്ഞേ, കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുന്നുമായി ഏക ആത്മാവായി തീരുന്നു. ഇത് 1 കൊറിന്ത്യൻസ് 6:17 തിരുവചനമാണ്. ഒന്ന് പറഞ്ഞ 1 കൊറിന്ത്യൻസ് 6:17 വീട്ടിൽ പോയി വായിക്കണേ. അപ്പം എന്താണ് എഴുതിയിരിക്കണത്? കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുന്നുമായി ഏക ആത്മാവായി തീരുന്നു. എൻ്റെ മക്കളെ, ഇത് ദൈവവുമായി കാര്യം, ദൈവം ആരാ? ശരീരമാണ്, അല്ലല്ലോ, ആത്മാവല്ലേ, ഇല്ലേ? യോഹന്നാൻ 4:24 ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞ യോഹന്നാൻ 4:24 ദൈവം ആത്മാവാകും. അപ്പം ആത്മാവാകും ദൈവത്തോട് നമ്മൾക്ക് യോജിക്കാൻ പറ്റും, കർത്താവിൻ്റെ ആത്മാവിനോട്. എങ്ങനെയാണത്? കർത്താവിൻ്റെ വചനങ്ങളെ നിറവേറ്റുമ്പോൾ. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആത്മാവും ഒന്നാകുമ്പോഴാണ് കർത്താവിൻ്റെ ആത്മാവിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് തിരിഞ്ഞു കിട്ടണത്. പിടികിടിയാ? അതുകൊണ്ടാണ് 1 കൊറിന്ത്യൻസ് 2:16 പറയണത്, ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. ഒന്ന് പറഞ്ഞ്, ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. കർത്താവിൻ്റെ മനസ്സിലുള്ളത് നമ്മുടെ മനസ്സിന് അറിയാൻ പറ്റും. ഇടുക്കിയിലെ ഒരു സഹോദരൻ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഈ ആരാധന കൂട്ടത്തിൽ മരത്തിൽ നിന്ന് വീണൊരു മകൻ ഉണ്ട്, അവനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അതെങ്ങനെ അറിയണതാണ്? കർത്താവുമായി നമ്മൾ പ്രാർത്ഥനയിൽ സ്നേഹത്തിൽ സംയോജിച്ച് കഴിയുമ്പോൾ കർത്താവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണതാണ്. ഒരമ്മ പറഞ്ഞല്ലോ, എന്നാ പറഞ്ഞത്? ആദ്യം പറഞ്ഞ അമ്മ എന്താ പറഞ്ഞത്? നിന്നെ മാതാവ് സന്ദർശിക്കും. അതെങ്ങനെ പറഞ്ഞതാ? ഉടമ്പടി ചെയ്തപ്പോൾ കർത്താവിൻ്റെ മനസ്സിലുള്ള കാര്യം ആ അമ്മ അറിഞ്ഞതാണ്. കർത്താവ് പറഞ്ഞു, നിൻ്റെ മകനെ പരിശുദ്ധ അമ്മ സന്ദർശിക്കും. അതുകൊണ്ടാണ് അമ്മ തിരിച്ചു പറയണത്, മകനെ മാതാവ് നിന്നെ സന്ദർശിക്കും. അതെങ്ങനെയാണ് പറയണത്? കർത്താവിൻ്റെ മനസ്സിലുള്ളത്. കർത്താവുമായി 1 കൊറിന്ത്യൻസ് 6:17 അനുസരിച്ച് കൊണ്ട് നിബന്ധനകൾ പാലിച്ച് കഴിയുമ്പോൾ, നമ്മൾ കർത്താവിൻ്റെ വചനം പാലിച്ച് കഴിയുമ്പോൾ കർത്താവുമായി ഏകാത്മാവായി മാറും. ഇപ്പം കർത്താവിൻ്റെ ആത്മാവിലുള്ളതും മനസ്സിലുള്ളതും 1 കൊറിന്ത്യൻസ് 2:16 അനുസരിച്ച് കൊണ്ട് നമ്മൾക്ക് അറിയാൻ പറ്റും. ഉടമ്പടി നമ്മളെ നിലവാരമുള്ള ദൈവ പൈതലാക്കി മാറ്റും. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഓരോ ദിവസം ചെല്ലും തോറും
അങ്ങേ കൂടുതൽ അറിയുന്ന ഈടുറ്റ ദൈവപൈതലായി ഉടമ്പടി പാലിച്ചുകൊണ്ട് എന്നെ വളർത്തണമേ. ஏசப்பாவுக்கும் மாதாவுக்கும் 1000 நன்றி. என் பேர் வினீஷ். நான் இப்போ வர்றது அபுதாபிலேருந்து. இது எங்களோட 2வது சாட்சியம். இது என் பிள்ளைங்க, இது என் மனைவி மரியா சபாடினி, மூத்த பையன் இம்மானுவல், 2வது பையன் எஃப்ராயிம். நான் முதல்ல உடம்படி எடுத்தது 15/7/2024. அந்த ஃபஸ்ட்டு உடம்படியில் நடந்த விஷயம்லாம் நாங்கள் சாட்சி சொல்லியிருந்தோம். இது 2வது உடம்படியில் என்னோட ஒரு உடம்படி சாட்சியம், 3 உடம்படி சாட்சியம், ஒய்ஃபுக்குள்ளே செப்பரேட்டாக அவங்க சொல்லுவாங்க. மொதல் சாட்சியம்னா என்னோடய வேலை விஷயமாக தான். இந்த உடம்படியில் இந்த விஷயம் நடக்கிற டைமில் நான் பெஹ்ரைனில் இருந்தோம். அப்போ ஒரு கம்பெனியில் ஒரு 4 இயர்ஸாக கண்டினியூஸாக ஒர்க் பண்ணிட்டுருந்தோம். அதனால் அந்த டைம் எங்களுக்கு ஃபினான்ஷியலி கொஞ்சம் இன்க்ரிமெண்ட்டு, சேலரியில் இருந்த மாதிரிலாம் இது இல்லை, ஃபேமிலியாக இருக்கும். சரி, ஜாப் சேஞ்ச் பண்ணலாம் சொல்லி நாங்களும் பிளான் பண்ணோம். அந்த டைமில் ஒரு எங்களுக்கு தெரிஞ்ச ஒரு த்ரூவாக அபுதாபியில் நல்லொரு கம்பெனியில் ஒரு இன்டர்வியூ வந்துச்சு. அப்போ இன்டர்வியூ வந்தது இந்த 2025 ஜனவரி லாஸ்ட் வீக்கில் வந்துச்சு. அப்போ இன்டர்வியூக்கு நல்லா ப்ரிப்பேர் பண்ணேன். ஆனால் எனக்கு நினச்ச மாதிரி அந்த டைமு கொஞ்சம் நெட்வொர்க் இஷ்யூஸு, அப்புறம் பிளான் பண்ண மாதிரி டைமு அவங்க கொஞ்சம் ஏர்லியாக ஆரம்பித்தாங்க. அந்த பதட்டத்தில் இன்டர்வியூ எனக்கு ப்ராப்பராக பண்ண முடியல. அதுக்கப்புறம் February 5 எங்களுக்கு வெட்டிங் ஆனிவர்சரி. அப்புறம் எங்களுக்கு இந்த வேலையும் இந்த சேலரி பேக்கேஜ் நல்லா இருக்குது, வேலையும் பிடிச்சிருக்குன்னு சொல்லிவிட்டு நாங்கள் என்ன பண்ணுறோன்னா லைட்டுக்கல் ப்ரேயர் ரிக்வஸ்ட் எடுத்தோம். அதில் டேட்டு போட்டு டைம் போட்டு நாங்கள் ப்ரேயர் பண்ணோம். மாதாட்டு சொன்னோம், மாதா எங்களுக்கு February 5, 2024 இதுக்கு முன்னாடி இந்த வேலை நீங்கள் தரமாக இருந்தால் கொடுங்க அப்படின்னு சொல்லி ப்ரேயர் பண்ணோம். February 5, 2025 மத்தியானம் வரைக்கும் நான் டியூட்டி பார்த்து அப்புறம் பிரேக் எடுத்துட்டோம். வெட்டிங் ஆனிவர்சரி சொல்லி வீட்டில் எல்லாம் ஃபேமிலியாக சாப்பிட்லான்னு சொல்லிட்டு வீட்டுக்கு வந்தோம். கிட்டத்தட்ட 2:30 ஆச்சு. சாப்பிட்றதுக்கு நாங்கள் ஃபுட்டெல்லாம் எடுத்து வச்சோம். அந்த டைம் சடனாக அந்த கம்பெனிலேருந்து ஃபோன் வந்துச்சு, நீங்கள் இன்டர்வியூவில் செலக்ட் ஆகிட்டோம், நீங்கள் எவ்வளோ சீக்கிரமாக ஜாயின் பண்ண முடியும் அவ்வளோ சீக்கிரம் ஜாயின் பண்ண சொல்லி அவங்க சொல்லிட்டாங்க. இது எங்களோட முதல் சாட்சியம். அந்த வேலை வந்ததுக்கு மாதாவுக்கும் ஏசப்பாவுக்கும் 1000 நன்றி. இந்த 2வது சாட்சியம், இந்த முதல்ல நான் பெஹ்ரைன் போகிறதுக்கு முன்னாடி நான் துபாயில் ஒரு கம்பெனியில் வேலை செஞ்சுட்டு இருந்தோம். இப்போ அந்த கம்பெனியில் ட்ரான்ஸ்ஃபர் கிடச்சி தான் பெஹ்ரைன் போனோம். அந்த டைம் எனக்கு கொஞ்சம் கிரெடிட் கார்டு இருந்துச்சு. அந்த கிரெடிட் கார்டில் நான் கிட்டத்தட்ட 2 முடிச்சிட்டோம், இன்னும் 2 முடிக்காமல் இருந்துச்சு. அதில் அந்த புது வேலை கிடச்சதுக்கப்புறம் திருப்பி ரிட்டன் யூஏ வர டைமில் அது ஃபுல்லாக க்ளோஸ் பண்ணோம். அப்போ அந்த டைமில் எங்களுக்கு கொஞ்சம் ஃபினான்ஷியல் இஷ்யூஸு, அதுவும் அந்த டைமு ப்ராப்பராக எங்களால் க்ளோஸ் பண்ணதுக்கும் முடியாத சுச்சுவேஷன். அந்த டைம் நாங்கள் என்னென்னா இந்த லாஸ்ட் டிசம்பரில் நான் இங்கே வந்து உடம்படி ரினியூ பண்ணோம். அந்த டைம் ஃபாதரை பார்த்தோம். அப்போ இந்த ஃபினான்ஷியல் இஷ்யூக்காக ஃபாதர்கிட்ட பிளெஸிங் வாங்கினோம். அப்போ ஃபாதர் எங்களுக்கு ஒரு மாதாவோட மெடல் தந்தாங்க. சரி, அந்த மெடலை வச்சு நாங்கள் ப்ரேயர் பண்ணி லைட்டுக்கல் ப்ரேயரில் எகெயின் ரிக்வஸ்ட் போட்டோம். அந்த ரிக்வஸ்ட் போட்டு கிட்டத்தட்ட 2 வீக்ஸுக்குள்ளே அமௌண்ட் எங்களுக்கு ரெடி ஆயிடுச்சு. அதுக்கப்புறம் அந்த கிரெடிட் ஃபுல்லாக கிளியர் பண்ணி நாங்கள் கிளியரன்ஸ் லெட்டரும் வாங்கிட்டோம். அதுக்கப்புறம் தான் நான் யூஏக்கு மூவ் ஆனோம். அதுக்கப்புறம் லாஸ்ட் ஆகஸ்ட்டில் நாங்கள் வேலை செய்கிற இடத்துல ஒரு சின்ன விபத்து நடந்துச்சு. அந்த விபத்துனால கொஞ்சம் பேருக்கு இந்த நேச்சுரல் கலாமிட்டி, நேச்சுரல் இஷ்யூ தான், அது வெதர்னால் வந்துச்சு. அப்போ எங்களோட கூட ஒர்க் பண்ணுற ஒரு 4 பேர்த்துக்கு கொஞ்சம் சீரியஸாக ஒரு இன்ஜுரி ஆச்சு. அந்த டைம் எங்கள் கம்பெனியில் எங்கள் மேலே கொஞ்சம் பழி போட்டு நாங்கள் ப்ராப்பராக ஸ்டெப் எடுக்கலை, ப்ரொசீஜர் ஃபாலோ பண்ணலன்னு சொல்லிவிட்டு எங்கள் மேலே கொஞ்சம் ஆக்ஷன் வர மாதிரி இருந்துச்சு எங்கள் டீமில். அப்போது அந்த டைமில் அவங்க என்ன சொல்லிட்டாங்கன்னா கொஞ்சம் பேரை டெர்மினேஷன் பண்ணுவோன்னு சொல்லிட்டாங்க. சரி, எங்களுக்கு நல்லா தெரியும் நாங்கள் இதில் தப்பு பண்ணலை, கடவுளுக்கு தான் நாங்கள் இது பண்ணலை, அடுத்தவங்க உயிருக்கு காப்பாற்றக்கோசரம் நாங்கள் பண்ணோம். அதில் ப்ரொசீஜர் டீவியேஷன் பண்ணியிருக்கோம். ஆனாலும் எங்களுக்கு தெரியும் நாங்கள் தப்பு பண்ணல. அந்த டைம் எஸ்அப்பாட்ட நல்லா ஜெபம் பண்ணிவிட்டு மாதாக்கிட்ட லைட்டாக அப்படின்னு ரிக்வஸ்ட் பண்ணேன். அதுக்கப்புறம் அந்த ரிப்போர்ட்லாம் வந்துச்சு. எங்கள் டீமில் யாருக்கும் இது வரைக்கும் அந்த பிரச்சனையும் இல்லை, எல்லோரும் நல்லா அந்த சேம் கம்பெனியில் வேலை செஞ்சுருக்காங்க. இதுதான் என்னோடய சாட்சியங்கள். இது இல்லாமல் பார்த்தீங்கன்னா நாங்கள் பெஹ்ரைனில் இருக்கிற டைமில் அந்த டைம் ஃபேமிலியாக இருந்தோம், இப்போ ஃபேமிலியாக இல்லை. அந்த டைம் பார்த்தீங்கன்னா நாங்கள் வீக்லி எவ்ரி டியூஸ்டே நாங்கள் ஒரு டியூஸ்டே இல்லைன்னா சாட்டர்டே ஒரு 5 persons நாங்கள் சாப்பாடு கொடுப்போம். அதெல்லாம் பார்த்தீங்கன்னா இங்கேருந்து எப்பப்போ லீவுக்கு வருதோ போகிற டைமில் மலையாளம், தமிழ், இங்கிலீஷு, அப்புறம் ஹிந்தி, உருது அந்த மாதிரி நியூஸ் பேப்பர் வாங்கிட்டு அங்கே கோயிலில் போய்ட்டு எல்லோரும் கொடுப்போம். அதெல்லாம் பார்த்தீங்கன்னா அங்கே நிறைய பேர் இந்த மாதிரி பேப்பர் வாங்கிட்டாங்க.
ரொம்ப பண்டிலாக வச்சுருப்பாங்க. நாங்கள் அதை எடுத்து நாங்களும் அதையும் அந்த டைம் ரிசீவ் பண்ணுவோம். என் பிள்ளைகளும் சரிதான், அவங்களும் அந்த டைம் அது சேர்ந்து ரிசீவ் பண்ணுவாங்க. இது என்னோடய சாட்சியம். அடுத்து என் மனைவி சொல்லுவாங்க. இயேசுவுக்கே புகழ். என் பேர் மரியா. 9/12/23 ஸ்டார்ட் பண்ணது. இதனுடைய 6th ரெனியூவல், 2nd டெஸ்டிமனி. ஃபர்ஸ்ட் டெஸ்டிமோனி என்னோடய பையன், மூத்த பையனுக்கு ரொம்ப ப்ரைமரி காம்ப்ளெக்ஸ் உடம்பு சரியில்லாமல் இருந்துச்சு. அதுதான் என்னுடைய ஃபஸ்ட்டு டெஸ்டிமோனியாக இருந்துச்சு. 2nd டெஸ்டிமோனி இது, அதுவுமே அவனுக்காகத்தான். ஒரு 2 மந்த்ஸுக்கு முன்னாடி அவனுக்கு ஒரு சிவியரான ஃபீவர்னால் 10 days கண்டினியூஸாக ஆன்டிபயோட்டிக்ஸ் எடுத்துக்கிறோம். ஓரலாக எல்லாமே கொடுத்துமே ஃபீவர் வந்து செட்டில் ஆகவே இல்லை. 101 மட்டும்தான் இருக்குது. பக்கத்தில் இருக்க கிளினிக்கில் ரொம்ப டீஹைட்ரேட் ஆகிட்டான்னு சொல்லிட்டு குளுக்கோஸ் எல்லாம் போட்டாங்க. அப்படி இருந்துமே ஃபீவர் செட்டில் ஆகலை. திரும்ப ஒரு பீடியாட்ரிஷியன் ஒரு 3 days ஐவியில் நம்ம ஆன்டிபயோட்டிக் கொடுத்து செக் பண்ணி பார்க்கலாம் அப்படின்னு சொன்னாங்க. அப்போ ஃபீவர் செட்டில் ஆகிட்டு, ஆனால் சொல்லிட்டாங்க நிமோனியா அப்படின்னு சொல்லிட்டாங்க. ஒரு 1 வீக்குக்கு அப்புறம் நீங்கள் இந்த சிரப் எல்லாம் கொடுத்துட்டு வாங்க, ஒரு 2 இயர்ஸ்க்கு கண்டினியூஸாகவே இன்ஹேலர் எடுக்கணும் அப்படின்னு சொல்லிட்டாங்க. இந்த பையனுக்கு ஒரு 4 years தான் ஆகுது. அவனுக்கு எப்படி இன்ஹேலர் எடுக்கணும், திரும்ப கண்டினியூஸாக எடுக்க சொல்லுவாங்களான்னு தெரியல அப்படின்ற ஒரு பயத்தில். அப்போ நல்ல மழை அலப்பலால் நாங்கள் தமிழ்நாட்டில் இருந்து இங்கே வந்தோம் ஃபாதரை பார்க்குறதுக்காக. ஃபாதரை வந்து பார்த்து என்னோட 2 பசங்களுக்கு ஃபாதர் ப்ளஸ் பண்ணாங்க. ப்ளஸ் பண்ணிவிட்டு சொன்னாங்க, ஒரு பிரச்சனையும் இல்லை, ஒன்றும் இன்ஹேலர்லாம் ஒன்றும் எடுக்காண்டான், பையன் நல்லா இருக்கிறான் அப்படின்னு சொன்னாங்க. ஃபாதரை பார்த்துட்டு ஒரு 2-3 டேஸுக்கு அப்புறம் நாங்கள் விசிட் போனோம் டாக்டர்கிட்ட. டாக்டர் சொன்னாங்க, வேண்டாம், இன்ஹேலர் அவசியம் கிடையாது, ஒரு 8 years வரைக்கும் அவனுக்கு ஐஸ்கிரீம்ஸ், சாக்லேட்ஸ் அந்த மாதிரி ரொம்ப கோல்டான ஐட்டம்ஸ் கொடுக்காண்டான், மற்றபடி எந்த ஒரு பிரச்சனையும் இல்லை அப்படின்னு சொல்லிட்டாங்க. அதுக்காக மாதாவுக்கு கொடான கோடி நன்றி. ஏன்னா இன்ஹேலர் எடுக்கணும் அப்படின்றது சின்ன பையனுக்கு எவ்வளோ ஒரு கஷ்டமான விஷயம் அப்படின்றது கண்டினியூஸாக யூஸ் பண்ணவங்களுக்கு மட்டும்தான் தெரியும். அதிலிருந்து ஒரு பெரிய ஒரு இதிலேருந்து மாதா எங்களுக்கு ஒரு விடிவு காலம் தந்தாங்க. அதுக்காக ரொம்ப நன்றி மாதாவுக்கு. எங்களோட அந்த டைம் வந்து ஃபாதர் எங்களுக்கு ப்ளஸ் பண்ணி ஒரு காசு ரூபம் தந்தாங்க. அதுவும் ஹோலி ஆயிலையும் வச்சு டெய்லி ப்ரேயர் பண்ணச்சில் அவனுக்கு சிலுவை போட்டு விசுவாச பிரமாணம்னு சொல்லி சிலுவை போட்டு தான் அவனுடைய எல்லாமே ஹீல் ஆச்சு. 2வது சாட்சியம் எங்களோடது, நாங்கள் எல்லாருமே ஜாயிண்ட் ஃபேமிலியாக தான் இருந்தோம். எங்களுடைய தாத்தா வீட்டில் தான் நாங்களும் எங்கள் சித்தியும் இருந்தோம். கொஞ்சம் ஒரு இஷ்யூஸ்னால சரி எங்கள் சித்தி வந்து வெளியே போகணும் அப்படின்ற ஒரு சிச்சுவேஷன் வந்துச்சு. பை த டைம் என்னோட தங்கச்சி கூட பிறந்த தங்கச்சிக்கு கல்யாணம். அப்போ எங்கள் அம்மா தான் எங்கள் சித்திக்கு வந்து ஷேர் கொடுக்கணும். கல்யாணமும் இருக்குது அப்படின்றதுனால ரொம்ப கஷ்டமாக இருந்துச்சு. யாருக்கிட்டையும் போய் காசு கேட்க முடியாது. அரௌண்ட் 16 lakhs கிட்ட வேணும், அவங்களுக்கு ஷேர் கொடுக்கணும், வீடு இது எடுத்து கொடுக்கணும். இப்போ மாதாட்ட என்னுடைய கவர்னன்ட்டில் ஒரு இன்டென்ஷனாக அந்த ரெக்வஸ்ட் வச்சேன். மாதா யாருக்கிட்டையும் கையேந்தாத வண்ணம் ஒரு 16 லட்சத்துக்கு ஒரு நல்ல ஒரு வீடை எங்கள் வீட்டு பக்கத்திலே மாதா எங்களுக்கு எடுத்துறதுக்கு ஹெல்ப் பண்ணாங்க. அதுக்காக மாதாவுக்கு கொடான கோடி நன்றி. 3வது சாட்சியம், என்னோடய சிஸ்டருடைய ஜுவல்ஸ் எல்லாம் இதுக்கு கொஞ்சம் நாங்கள் இந்த ஹெல்ப்புக்கு வாங்கினோம். அவளோட இந்த லோன் எடுக்காமல் இந்த வீடு எடுக்கிறதுக்காக சிஸ்டருடைய ஜுவல்ஸ் எல்லாம் வாங்கினோம். அதை அவளுக்கு ரிட்டர்ன் பண்ணுறதுக்காக நாங்கள் கொடுக்கணும் அப்படின்னு சொல்லிட்டு பேங்க்கில் வந்து லோன் அப்ரோச் பண்ணோம். லோன் அப்ரோச் பண்ணால் எங்கள் அப்பாவுக்கு ஏஜ் பேரியர்னால கொடுக்க மாட்டேன்னு சொல்லிட்டாங்க. அப்போ என்னோடய ஹஸ்பண்ட்க்கு ட்ரை பண்ணச்சில் அவங்களுக்கு கேரளா, பட் ஆனால் அவங்களுக்கு எந்த ஒரு ப்ரூஃபுமே தமிழ்நாட்டில் கிடையாது. அப்படி இருந்த சிச்சுவேஷன்லேயும் மாதாவை மட்டும்தான் நாங்கள் நம்பி இருந்தோம். பேங்க்குக்கு போவச்சுலாம் ஒரு பிஞ்ச் ஆஃப் சால்ட் எடுத்து மேனேஜர் டேபிளில் யாருக்கும் தெரியாமல் விசுவாச பிரமாணம் வச்சுட்டு எப்போவுமே இந்த ஜெபமாலையை மட்டும்தான் கையில் பிடிச்சிட்டு, எங்களுக்கு ஆயுதமே இந்த ஜெபமாலை மட்டும்தான், எப்போவும் கையில் பிடிச்சிட்டு தான் போவோம் பேங்க்குக்கு போவச்சுலாம். எந்த ஒரு ஸ்ட்ரகிள்ஸும் எதுவுமே வரவே இல்லை. மாதாவோட கிருபையினால் 19 lakhs லோன் சாங்ஷன் பண்ணி கொடுத்தாங்க. எந்த ஒரு ப்ரூஃப் ஒன்றுமே கிடையாது. அவங்களுக்கு எல்லாமே கேரளாவில் உள்ளதான். பட் ஆனால் தமிழ்நாட்டில் எங்களுக்கு மாதா ஒரு அற்புதம் செஞ்சு தந்தாங்க. அதே மாதிரி எங்கள் வீட்டில் எந்த ஒரு சின்ன ஹெல்த் இஷ்யூ வந்தானே, பசங்கள்லேருந்து பெரிய ஆட்களுக்கு எல்லாருக்குமே சின்ன ஹெல்த் இஷ்யூனால ஃபஸ்ட்டு நாங்கள் எடுக்கிறது ஹோலி ஆயில் எடுத்து விசுவாச பிரமாணம் சொல்லி அதை ப்ளஸ் பண்ணி நாங்கள் போடுறதுலே முக்கால்வாசி எங்களுக்கு சரியாயிடும். ரொம்ப சிவியராக இருந்தால் மட்டும்தான் நாங்கள் ஹாஸ்பிட்டல் போகிறதுக்கு. என்னோடய குழந்தைங்க 2 பேருமே காலையில் எந்திரிச்ச உடனே மாதாவுக்கு குட் மார்னிங் சொல்லி ப்ரேயர் பண்ணி அவங்களுடைய டே ஸ்டார்ட் பண்ணுறதே அவங்களோட ஹோலி ஆயில் வச்சு தான் அவங்க ஸ்கூலுக்கு போகிறாங்க. எங்கே போனாலுமே ஹோலி ஆயில் இல்லாமல் நாங்கள் போகிறதே கிடையாது. இது எங்களுக்கு ஒரு செக்யூரான ஃபீலாகவும் மாதா எங்கள் கூட எப்போவுமே வராங்க அப்படின்னு சொல்லிட்டு. எங்களுடைய பிரேஷித வேலை அப்படின்னா ப்ரேயர்ஸ்
பேப்பர்ஸ் கொடுக்குறதுக்கு கிருபாசனம் பத்திரங்களாக கொடுக்குறதுக்கு எப்போவுமே நாங்கள் ஃபேமிலியாக தான் போவோம். இன்கேஸ் ஹஸ்பண்ட் அப்ராடில் இருந்தாங்க அப்படின்னா நான் என் 2 பேரும் பிள்ளைங்க நாங்கள் 3 பேருமே சேர்ந்து தான் போவோம். போவச்சில் நல்லா ப்ரேயர் பண்ணிவிட்டு யாருக்கு இந்த பத்திரம் தேவையோ அவங்களுக்கு மட்டும் இந்த பத்திரம் கையில் கிடைக்கட்டும் மாதாவே அப்படின்னு சொல்லி ஒவ்வொரு பேப்பர்ஸில் இண்டிவிஜுவலாக ஒவ்வொரு பேப்பர்ஸ்லையுமே நாங்கள் ஆயில் அப்ளை பண்ணி ப்ரேயர் பண்ணி தான் சொல்லி கொடுப்போம். ஒவ்வொருத்தர்ட்டையும் சொல்லி தான் கொடுப்போம். நான் கொடுக்க மாட்டேன், என் பையன் தான் கொடுப்பான். ஒரு ஃபஸ்ட் இந்த டைம் கொடுக்கச்சலாம் 101 அவனுக்கு ஃபீவர். அப்படி இருந்தாலுமே நான் தான் கொடுப்பேன்னு சொல்லிட்டு வாலண்டியர் அவனாக வாங்கி தான் 5 கட்டு பத்திரத்தையும் அவனே தான் எல்லாத்துக்குமே டிஸ்ட்ரிபியூட் பண்ணான். அதே மாதிரி எங்களுடைய ப்ரேயர் லைஃப் பார்த்திங்கன்னா இதுக்கு முன்னாடி கவனண்ட்டுக்கு முன்னாடி ப்ரேயர்ஸ் போவோம், சண்டே மாஸ் மட்டும்தான். ஆனால் இந்த கவனண்ட்டுக்கு அப்புறம் ஒரு நாள் கூட ஃபேமிலி ப்ரேயர் நாங்கள் ஸ்கிப் பண்ணதே கிடையாது. எங்கே இருந்தாலுமே ஆன்லைன் மூலியமானாலுமே நாங்கள் கண்டிப்பாக 4 பேர் இருந்து டெய்லி ரோசரி சொல்லி எங்களோட ஃபேமிலி ப்ரேயர்ஸ் கண்டினியூஸாக போயிட்டே தான் இருக்கும். ஹோலி மாஸ் அட்டன் பண்ணுறது இதுக்கு முன்னாடி அக்கேஷ்னலாக இருந்துச்சு. ஆனால் அந்த கவனண்ட்டுக்கு அப்புறம் ஒரு நாள் அட்டன் பண்ணலாட்டும் ஒரு கில்ட் மாதிரி ஃபீல் ஆகும். அந்த அளவுக்கு மாதாவோட நாங்கள் ரொம்ப இன்டெல்ஜ் ஆகிட்டோம். கடைசி வர கவனண்ட்டில் தான் எங்களோட லைஃப் இருக்கணுன்றதான் எங்களோட பெரிய ஆசை. இவ்வளோ நன்மை செஞ்ச மாதாவுக்கும் இசப்பாவுக்கும் கொடான கொடி நன்றி. பையன் மாதாவுக்கு தேங்க்ஸ் சொல்லுவாங்க. தேங்க்யூ மாதா. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പുണ്യ ആൾത്താരയിൽ എൻ്റെ മക്കളോടൊപ്പം കയറി നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് എൻ്റെ അനുഗ്രഹം തന്നതിനെ ഓർത്ത് അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഡാലി, ഞാൻ വെച്ചിച്ചിറയിൽ നിന്ന് വരുന്നു. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ഞാൻ 23/3/2022 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാൻ ഞാൻ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കേട്ടതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പം ഞാൻ 23-ാം തീയതി ഞാനിവിടെ വന്നു ഉടമ്പടി എടുക്കാൻ. ഞങ്ങളിവിടെ വരുമ്പോൾ ആദ്യത്തെ ദിവസം ഇവിടെ കൊറോണ സമയമായിരുന്നു, അപ്പോൾ ഇവിടെ അടഞ്ഞു കിടക്കുമായിരുന്നു. അതിനുശേഷം രണ്ടാമത് ഞാൻ 23-ാം തീയതി വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം അപ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ്സാണ് ഞങ്ങൾ ചെയ്യുന്നത്. ബിസിനസ്സിൽ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ കാരണം ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മ ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ച് ഒരു നല്ല കോൺട്രാക്റ്റുകൾ കിട്ടുവാനും നന്നായിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ മാതാവ് ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് വിടുതൽ നൽകിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു. അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം ഇതെൻ്റെ മകനാണ്, മോൻ ഡോൺ. അവൻ LLB ചെയ്തതിന് ശേഷം അവന് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സമയത്ത് അവൻ്റെ തലയിൽ ഒരു പ്രശ്നമുണ്ടായി. അവൻ്റെ വട്ടത്തിൽ മുടി കൊഴിയുന്ന ഒരു പ്രശ്നമുണ്ടായി. മരുന്നൊക്കെ ചെയ്ത് നോക്കി, പക്ഷേ അതിനൊരു മാറ്റം വന്നില്ല. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അവൻ്റെ കരിയറിനെയും ജീവിതാന്തസ്സിനെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക. എനിക്ക് തീരുമാനങ്ങൾ എടുക്കാനും പറയാനും എനിക്കറിയില്ല. അമ്മ എല്ലാം ക്രമപ്പെടുത്തിക്കോളാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ മുടി കൊഴിച്ചിലിന് ഞങ്ങൾ ആദ്യമൊക്കെ മരുന്ന് കൊടുത്തു. പിന്നെ അവന് LLMന് പോകണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവനെ പോവുകയില്ല എന്നായിരുന്നു അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ മുടി കൊഴിയൊക്കെ ചെയ്ത് കണ്ടിരുന്നപ്പോൾ അവന് കോടതിയിൽ പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവൻ പറഞ്ഞു ഞാൻ LLMന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അവൻ ബാംഗ്ലൂർക്ക് LLMന് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മരുന്നൊന്നും കഴിക്കുന്നില്ല. ഇനി ഞാൻ മരുന്ന് കഴിക്കില്ല, എൻ്റെ ഈശോ എനിക്ക് എപ്പോൾ മുടി തരുന്നോ അപ്പോൾ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് അവന് മരുന്നൊന്നും കഴിക്കുകയില്ലായിരുന്നു. ഞങ്ങളെന്നും വീഡിയോ കോളിൽ ഞാൻ വൈകുന്നേരം പ്രാർത്ഥിക്കും. അവന് ഞാൻ തേൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, അത് അവൻ ഉപയോഗിക്കും. ഞാനിവിടെ വിശുദ്ധ തൈലം എൻ്റെ നെറ്റിയിലും തലയിലൊക്കെ തേച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ അവന് മുടി നന്നായിട്ട് വളരുകയും ഇങ്ങനെയായി തീരുകയും ചെയ്തു. അതിന് അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ മോൻ്റെ കരിയറിനെയും ജീവിതാന്തസ്സിനെ ഞാൻ സമർപ്പിച്ചിരുന്നു. കരിയർ എങ്ങനെ വേണം എന്നൊക്കെ നമുക്കറിയില്ല, പക്ഷേ അമ്മയ്ക്കറിയാമല്ലോ. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു, അവൻ LLM കഴിഞ്ഞ് വന്നതിന് ഉടനെ തന്നെ അവന് സ്വന്തമായിട്ട് പ്രാക്ടീസ് നടത്തുന്നതിനും ജീവിതാന്തസ് എങ്ങനെയായിരിക്കണമെന്ന്, എപ്പോൾ കല്യാണം നടക്കണം, എങ്ങനെ കല്യാണം നടത്തണം, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അമ്മ ക്രമപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഏതായാലും 1 വർഷത്തിനകം തന്നെ, ഞാൻ പ്രാർത്ഥിച്ച 1 വർഷത്തിനകം തന്നെ അവൻ്റെ കല്യാണം നടക്കുകയും അമ്മയുടെ പേരുള്ള ഒരു നല്ല മകളെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഇത് മോള് ഡോണിക. അവൾ BTech കഴിഞ്ഞു, എറണാകുളത്ത് TCSൽ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ MS ചെയ്യണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡ്യുവൽ പ്രോഗ്രാം അമൽജ്യോതിയുടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ ഇവിടെ പഠിക്കുക, സെക്കൻഡ് ഇയർ US ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ ഇവിടെ കഴിഞ്ഞു, ഓൺലൈനായിട്ട് കഴിഞ്ഞു.
സെക്കൻഡ് ഇയർ വിസ കിട്ടുന്നില്ല. ഈയിടെ നമുക്കറിയാമല്ലോ ഓരോ പ്രശ്നങ്ങൾ കാരണം ഒരാൾക്കും ഇന്ത്യക്കാർക്ക് വിസയൊന്നും കൊടുക്കാത്ത ഒരവസ്ഥ. അവളുടെ മോളുടെ കൂട്ടത്തിൽ പഠിച്ച 6 പേരുണ്ടായിരുന്നു, 5 പേർക്കും 7 പേരുണ്ടായിരുന്നു, 5 പേർക്കും റിജക്ഷനായി, ഒരാൾക്ക് മാത്രമേ അവിടെ കിട്ടിയുള്ളൂ. അപ്പോൾ മോളിങ്ങനെ ഓഗസ്റ്റ് അവസാനം അവർക്ക് ക്ലാസ് തുടങ്ങും. ഓഗസ്റ്റ് ആയപ്പോഴത്തേനും ഇനി വിസ കിട്ടുന്നില്ല എന്നുള്ള ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് പോലും കിട്ടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഓഗസ്റ്റ് അവസാനത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു 44 ദിവസത്തിനകം നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചത്, അമ്മയും എനിക്ക് മോള് പോണ്ടയോ എന്നൊന്നുമല്ല, അമ്മ ഈ കാര്യത്തിന് ഇടപെടണം, അത് വേണോ വേണ്ടയോ എന്നുള്ളത് അമ്മ തീരുമാനിച്ച് ഞങ്ങൾക്കൊരു തീരുമാനം പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. സെപ്റ്റംബർ 8 മുമ്പ് ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു. സെപ്റ്റംബർ 2 തീയതി തന്നെ അത്ഭുതകരമായിട്ട് അവൾക്ക് വിസ ഇൻ്റർവ്യൂ വന്നു. സെപ്റ്റംബർ അവസാനം ഇൻ്റർവ്യൂ ഡേറ്റ് ആയിരുന്നു. പോകുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി തൈലം തേച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഉപ്പ് എവിടെ കയ്യിൽ പിടിക്കുന്ന ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവളുടെ തലയിലെല്ലാം ഉപ്പ് വിതറി അവളെ പറഞ്ഞയച്ചു. കാശ് രൂപവും ഒക്കെ എടുത്ത് ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് അവളെ വിട്ടത്. എന്തായാലും ഒത്തിരി ആ കൂട്ടത്തിൽ വന്ന ഒത്തിരി പേര് കരഞ്ഞുകൊണ്ട് പുറത്ത് വന്നു. വിസ കിട്ടിയില്ല എന്ന് പറഞ്ഞ് റിജക്ഷൻ പറഞ്ഞ് അവളുടെ ഫ്രണ്ട്സ് എല്ലാം പുറത്ത് വരുന്നത്, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആന്ധ്രയിൽ നിന്നും അവിടെ നിന്ന് നോക്കി വന്ന ഒരച്ഛൻ ഉൾപ്പെടെയുള്ള പലർക്കും റിജക്ഷനായ സമയത്ത് മോക്ക് വിസ കിട്ടുകയും അവൾക്ക് അടുത്ത ജനുവരി ഇൻടേക്കിൽ അവൾക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്യാനായിട്ടുള്ള അനുഗ്രഹം അമ്മ തരികയും ചെയ്തു. ജനുവരി 22 തീയതി അവൾക്ക് ടിക്കറ്റും എടുത്തിരിക്കുകയാണ്. ഈ അനുഗ്രഹം നേടുത്തുന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ വീട്ടിലും കുടുംബത്തിലും ഒക്കെ ആയിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ, എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അവരാരും വരാത്തതുകൊണ്ട് എനിക്കതിവിടെ പറയാൻ സാധിക്കുകയില്ല. ഒത്തിരി രോഗശാന്തികളെ ഞാൻ ഒപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പല അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അമ്മ മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിനെല്ലാത്തിനും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഈ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് വന്ന ആത്മീയ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രാർത്ഥിക്കാനും കൊന്ത ചെല്ലാനൊക്കെ ഒരു കൊന്ത ചെല്ലും 2 കൊല്ലം അത്രയൊക്കെ ഉള്ളൂ. ഇതിപ്പോൾ രാവിലെ 5 മണി തൊട്ട് എനിക്ക് എണീറ്റ് കൊന്ത ചെല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒത്തിരി അനുഗ്രഹം, ഒരു ദിവസം കുറേ കൊന്തകൾ ചെല്ലാനായിട്ടുള്ള ഒരു അനുഗ്രഹം അമ്മ മാതാവ് തന്നു. അതുപോലെ തന്നെ ബൈബിള് വായിക്കാൻ ആദ്യമൊക്കെ എനിക്ക് ഒരു പാരഗ്രാഫ് വായിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അരമണിക്കൂർ പോകുന്നത് അറിയില്ല. അതുപോലെ എല്ലാ ദിവസവും ബൈബിള് വായിക്കുന്നതിനും പള്ളിയിൽ എല്ലാ ദിവസവും ഞാൻ കൊറോണ സമയത്ത് പോലും എനിക്ക് കുർബാന മുടങ്ങേണ്ടത് വന്നിട്ടില്ല. അതുപോലെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് എല്ലാ ബുധനാഴ്ചയും ഞാനൊരു 10 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും മദറിലും തന്നെയാണ് വീട്ടിൽ താമസിക്കുന്നത്. എനിക്ക് പുറത്ത് കൊണ്ടുപോയി കൊടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒരു വീട്ടിൽ വന്ന് ചോറ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സിസ്റ്റമുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് ഒത്തിരി ഒരു അനുഭവമായിട്ട് തോന്നുന്നു. എല്ലാ ബുധനാഴ്ചയും എനിക്ക് മാതാവിൻ്റെ പേരിൽ ഞാൻ അവർക്ക് ചോറ് കൊടുക്കുമ്പോൾ കൃപാസനത്തിൽ ഉപ്പ് അതിനകത്ത് വിതറിയിട്ടാണ് അമ്മയുടെ പേരിൽ അമ്മയുടെ നാമത്തിൽ ഞാനിത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് ചോറും കറികളും എല്ലാം ഞാൻ കൊടുത്തു വിടാറുള്ളത്. പിന്നെ ഭർത്താവിനോട് ചേർന്ന് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളിലെല്ലാം എനിക്ക് സഹായിക്കാനായിട്ടും ഒക്കെയുള്ള അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നുണ്ട്. ഈ കൊടുക്കുന്നത് ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുന്നു. കൊടുക്കുന്നത് ഒരു വലിയ സന്തോഷമായിട്ട് മാറിയ ഒരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുന്നത്. പിന്നെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാനായിട്ട് ഒത്തിരി പറ്റുന്നുണ്ട്. ആരോ എന്നോട് പറഞ്ഞു അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും, മരിച്ചുപോയ അച്ഛന്മാരെ ആരും ഓർക്കാത്ത ആൾക്കാരാണ്, അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം, അവരെ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുന്ന നന്നായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എപ്പോഴും മരിച്ചുപോയ എൻ്റെ പരിചയത്തിലുള്ള അച്ഛന്മാർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും അവരെയൊക്കെ എല്ലാ ദിവസവും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്. ഇത് അമ്മ മാതാവ് ഉണ്ണീശോയും വഴി എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു.